SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. എവിടേക്കോ കുറച്ച് കൺഫ്യൂഷൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. കാര്യം ഞാൻ നിങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടപ്പം ഇതിപ്പോ അമ്മ, അത് ചിത്തപ്പൻ, അപ്പൊ ഇത് കസിൻ, ഇതിപ്പോ മൊത്തത്തിലൊരു ബന്ധമായിട്ട് പിടികിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സ്ക്രീനിൽ കണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും, ആര്യ ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേച്ചി നേരിട്ട് കാണുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും, മിണ്ടുവോ ജാടയാണോ അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലം വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ചേച്ചി നന്നായിട്ട് സംസാരിച്ചു. പിന്നെ പിന്നെ റാഗിംഗ് ഉണ്ടായിരുന്നോ? റാഗിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട് റാഗിംഗ്. ആന്റി ഇരുന്നിട്ട് അങ്കിളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആന്റിയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യിക്കുന്നത് ആണല്ലേ? ബാക്ക് ബോൺ ആന്റി തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്, ആരെയാ കൂടുതൽ ഇഷ്ടം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വേറെ ആരും ഉള്ളപ്പോ ചോദിക്കും, ഒറ്റയ്ക്ക്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. നമ്മുടെ കമന്റ് ബോക്സിലും അതായത് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന റിക്വസ്റ്റ് ആണ് ഈ ഒരു ടീമിന് ഇന്റർവ്യൂവിന് കൊണ്ടുവരുമോ, ഇവരൊന്ന് ഗസ്റ്റ് ആയിട്ട് വിളിക്കുമോ എന്നുള്ളത്. നമുക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവർ ഷൂട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. ബട്ട് സംഹൗ അറ്റ് ലാസ്റ്റ് നമ്മൾ അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. യെസ്, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് വളരെ എഫക്റ്റീവായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ഒരു ടീം. ഇതിൽ ഓരോ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബ്രില്യൻ ടീം. യെസ്, ലെറ്റ് മീ വെൽക്കം ടീം SKJ ടോക്സ്. വെൽക്കം ടു ദി ഷോ. സന്തോഷല്ലേ? സുഖമായിട്ടിരിക്കുന്നു? എല്ലാവർക്കും സുഖം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഓഡിയൻസ് ഇത്രയും നിങ്ങളെ റിക്വസ്റ്റ് ചെയ്ത് വിളിക്കാൻ മാത്രം എന്ത് മാജിക്കാണ് SKJ ടോക്സ് ചെയ്തത്? പറയൂ, സുതേട്ടൻ തന്നെ തുടങ്ങാം. ബേസിക്കലി നമ്മൾ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യുന്നതിനോടൊപ്പം വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലത്തെ കാര്യങ്ങളാണല്ലോ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലൊരു അംഗമായിട്ട് അവർ കാണാൻ തുടങ്ങി. പലപ്പോഴും നമ്മുടെ ഇതിലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആർട്ടിസ്റ്റ് എല്ലാവർക്കും ആ പേഴ്സണൽ എക്സ്പീരിയൻസ് കാണും. പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും പലപ്പോഴും അവരുടെ വീട്ടിലൊരാളെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അമ്മയോട് പോകുമ്പോഴാണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതായത് ലുലു മോളിലെല്ലാം പോകുമ്പോഴത്തേക്കും ചിലവരൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകും. ചിലപ്പോൾ അവരുടെ വീട്ടിലെ ആളാണ്, അവിടുത്തെ മാമിയാണെന്നൊക്കെ വിചാരിച്ചാൽ സംസാരിക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് മനസ്സിലായെന്ന് എന്താണ് കുറച്ച് രണ്ട് കാര്യം ചോദിച്ചു. വേറെ SK ടോക്സ് പേരായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ടിവിയിലുള്ള ആളാണല്ലേ, മാറിപ്പോയി ആ ഒരു ലെവലിൽ. അതായത് നമ്മളെ ഒരു കുടുംബത്തിലൊരു അംഗമായി അവർ കാണാൻ തുടങ്ങി. അതാണ് ഇത് ശരിക്കും പെട്ടെന്നുണ്ടായ ഒരു ഗ്രോത്ത് ആണോ? നിങ്ങൾ കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്കറിയാം. ഇത്രയും ഓഡിയൻസ് അക്സെപ്റ്റൻസ് വരുന്ന ഒരു രീതിയിലേക്ക് എപ്പോൾ തൊട്ടാണ് മാറി തുടങ്ങിയത്? അതായത് 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്കിലാണ് കൂടുതൽ റീച്ച് ആയി തുടങ്ങി. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ റീച്ച് ആയി തുടങ്ങി. ഓവർ ദ ടൈം ഒരു 1.5 years എടുത്തു നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിലും, അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപോലെ റീച്ച് ആവാനും ആൾക്കാരെ അറിയാനും. അതായത് ഇനിഷ്യലി വീഡിയോസ് തന്നെ എനിക്ക് തോന്നുന്നു 10-15 ഷോർട്ട് ആയപ്പോൾ തന്നെ 10 million ഒക്കെ ഫേസ്ബുക്കിൽ പോയ വീഡിയോസ്. അത്രം റീച്ച് പെട്ടെന്ന് കിട്ടാൻ പറ്റി. അങ്ങനെയാണ് നിങ്ങൾ കയറി വരുന്നത്. ഇപ്പൊ പറഞ്ഞു അമ്മയാണെന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എങ്കിലും എവിടേക്കോ കുറച്ച് കൺഫ്യൂഷൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. കാര്യം ഞാൻ നിങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടപ്പം ഇതിപ്പോ അമ്മ, അത് ചിത്തപ്പൻ, അപ്പൊ ഇത് കസിൻ, ഇതിപ്പോ മൊത്തത്തിലൊരു ബന്ധമായിട്ട് പിടികിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതിൽ പുതിയ ആൾക്കാർ എൻട്രിയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നൈസായിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാവരും തമ്മിലുള്ള പേഴ്സണൽ ബന്ധവും ഇതിലേക്ക് വന്ന ബന്ധവും ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ കാണുന്നവർക്ക് കുറച്ചും കൂടെ ഒരു മനസ്സിലാവും. നിങ്ങളുടെ വീഡിയോസിന്റെ കമന്റ്സിൽ എനിക്കും പേഴ്സണലി ചെറിയ ഡൗട്ട് ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രിയും കൂടെ ആര്യെ വിളിച്ച് ചോദിച്ചു, എടാ സുജിത്തേട്ടൻ്റെ വൈഫാണിത്, അപ്പൊ അമ്മ ഇത്, അപ്പൊ അച്ഛൻ ആരാ? എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജയറാം ചേട്ടാ തുടങ്ങിക്കോ. ചേട്ടൻ്റെ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഭയങ്കര എന്താ പറയാ വേഴ്സറ്റൈൽ ആൾസുള്ള റോൾസ് ഒക്കെ ചെയ്യുന്ന ഒരു ബ്രില്യന്റ് ആക്ടർ, പക്ഷെ നേരിട്ട് കണ്ട ഒരു നിഷ്കളങ്കൻ, പാവം, ഇന്നസെന്റ്. ഇങ്ങനെ തന്നെയാണോ ശരിക്കും നിങ്ങളുടെ കൂടെ? അല്ലെങ്കിൽ അല്ല, ആള് രാവിലെ വന്നപ്പോ ഞാൻ ആദ്യം കണ്ടത് ജയറാം ചേട്ടനെ കേട്ടോ. അവള് ഭയങ്കര പാവം, മിണ്ടുന്നൊന്നുമില്ല. അപ്പൊ എനിക്ക് സംശയം ഈ ആള് തന്നെയല്ലേ. ഇന്നലെ ഞാൻ കണ്ട ഈ വീഡിയോസിലൊക്കെ ഭയങ്കര കുറച്ച് കൂടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളെ പറയത്തില്ല. ബ്രില്യന്റ് ആക്ടർ എന്ന് പറഞ്ഞില്ലേ, അതാണ് പെരുമാറ്റത്തിലും കാണിക്കുന്നത്. ഓക്കെ, ജയറാം ചേട്ടാ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? എല്ലാവരും ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കോ. വീഡിയോ കാണാൻ ഞാൻ പുറത്ത്, ഞാൻ ദുബായിലായിരുന്നു.
അതിന്റെ ഇടയ്ക്ക് സുജി ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരു ബ്രദർ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതായിരുന്നു. എനിക്ക് രാത്രി എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ സുജിയുടെ ഒരു വീഡിയോ വന്നു. അതിങ്ങനെ എന്താണ് ചെയ്തത് ഞാനിങ്ങനെ ബ്രദർ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്യുകയായിരുന്നു. സുജി കിട്ടുന്ന തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യണം, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയക്കി വീഡിയോസ് നോക്കാമെന്ന് പറഞ്ഞു. ഇന്നൊരു 1 month ഒന്നുമില്ല, ഒരു കണക്ഷൻ ഒന്നും. പിന്നെ എനിക്കൊന്നും ഉണ്ടായില്ല. ഫാമിലി ബേസ്ഡ് ആണല്ലോ ചെയ്യുന്നത്, ആ സമയത്ത് ഫാമിലി ബേസ് ആണ് പറയാനുള്ള ബുദ്ധിമുട്ടാണോ വിചാരിക്കുന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് സുജിയുടെ മെസ്സേജ് പ്രശ്നമല്ല. പണ്ട് ചേട്ടന് ആക്ടിങ് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പറയുമ്പോൾ ഈ ഗൈഡ് ചെയ്ത് വിടാനോ അല്ലെങ്കിൽ സ്വയമേ പോകാനുള്ള ഒരു ഇത് കുറവായിരുന്നു. ഗൈഡ് ചെയ്ത് പോയി എങ്ങനെ ഇവിടെ എങ്ങനെ പോകണം എന്നുള്ളത് ജോലി കഴിഞ്ഞ് അങ്ങനെ സുധേട്ടനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇതുപോലത്തെ കണക്ഷനാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പണ്ടേ അറിയാം, ഫ്രണ്ട്സ് ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, പറയട്ടെ എങ്ങനെയാ വന്നത്? ജേർണലിസ്റ്റ് ആണ്, സിംഗർ ആണ്, ആക്ട്രസ് ആണ്, പിന്നെ ബാക്കി? ഹായ്, ഞാനിപ്പോൾ SKJ ടോക്സിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ സംബന്ധിച്ച് ആക്ടിങ് എനിക്ക് ഭയങ്കര പാഷൻ ആയിരുന്നെങ്കിൽ പോലും അതിലൊരു പ്രൊഫഷണൽ ഒരു ടച്ച് വരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നാടകങ്ങളൊക്കെ പണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ പോലും സുജിത്തേൻ്റെ ഒരു കോളിൽ അന്ന് ഞാൻ സുജിത് സർ എനിക്കിങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലോട്ടാണ്, മീൻസ് ചേട്ടൻ എന്നെ വിളിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ എന്തോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ ചേട്ടനോട് അങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ആക്ടിങ് ആണ് ഇച്ചിരി കൂടെ ഇഷ്ടം. അപ്പം ആ സമയത്ത് ശരിക്കും അങ്ങനെ റോളോ ഒന്നും കാര്യങ്ങളില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് October 13 പാർട്ട്നേഴ്സ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ എപ്പിസോഡിലാണ് ചേട്ടൻ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാൻ വരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം ഇവരെയൊക്കെ സ്ക്രീനിൽ കണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും, ആര്യ ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേച്ചി നേരിട്ട് കാണുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും, മിണ്ടുവോ ജാടയാണോ അങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആര്യ നേരിട്ട് കണ്ടപ്പോൾ? അയ്യോ, ഫസ്റ്റ് ഞാൻ കാണുന്ന ആര്യ ചേച്ചീനെയാണ്. അപ്പം ചേച്ചി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കയറുന്നത്, എനിക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഷൂട്ട്. എനിക്ക് കയ്യും കാലം വിറയ്ക്കുന്നുണ്ട്, കാരണം ഇവരുടെ ടീമിനെയൊക്കെ ഞാൻ സ്ക്രീനിൽ കണ്ടാണ് കൂടുതൽ. അപ്പം ഫസ്റ്റ് തന്നെ ചേച്ചി നന്നായിട്ട് സംസാരിച്ചു. പിന്നെ ആ ഒരു ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പൊ തമ്മിൽ മിണ്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി. പിന്നെ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട് റാഗിങ്. പിന്നെ ഫസ്റ്റ് പേരായിട്ട് അഭിനയിക്കുന്ന അരുൺ ജയന്റെ കൂടെയാണ്. അപ്പം അരുൺ ജയ ഐശ്വര്യമായിട്ടൊരു തുടക്കം ഭയങ്കര ഇപ്പൊ ശരിക്കും ഒരു ലിറ്ററലി ഒരു ഫാമിലിയാണ്. അതായത് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്ന ആൻറ്റിയൊക്കെ ഭയങ്കര കമ്പനിയാണ്. സ്വന്തം അമ്മയെപ്പോലെ നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഒരു ഫാമിലി. സുജിത്തിന്റെ അച്ഛനും പക്ഷെ അങ്കിളുടെ ഒരു സംഭവമാണ്, അങ്കിളുടെ ഒരു ഷേക്ക് ഉണ്ട്. നമ്മളെല്ലാരും ഇത്തിരി ഡൗൺ ആകുമ്പോ അങ്കിള് പതുക്കെ ജ്യൂസ് എടുക്കട്ടാടാ ഒരു സ്പെഷ്യൽ സാധനം. അത് അങ്കിളിനെ അറിയാം എന്താണ്. പക്ഷെ അതോടുകൂടി ഞങ്ങൾ ഓണാവും ആ സാധനത്തിൽ. അങ്കിള് വന്നിട്ട് ഞങ്ങൾ ഒന്ന് ഒത്തിരി വാടി ഇരിക്കണമെങ്കിൽ അപ്പം ചോദിക്കും ജ്യൂസ് എടുക്കട്ടാടാ, അല്ലെങ്കിൽ എടുക്കട്ടാടാ, വാട്ടർ മെലൺ എടുക്കട്ടാടാ. എന്നിട്ട് അങ്കിൾ ഉടനെ അങ്കിളിപ്പം ഓഫീസിൽ നിന്ന് വന്നിട്ടാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് അങ്കിൾ നമ്മളിരിക്കുകയാണെങ്കിൽ ഉടനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി തന്നിട്ട് അങ്കിൾ പോകത്തുള്ളൂ. ആന്റി ഇരുന്നിട്ട് അങ്കിളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആന്റിയാണ്. അങ്കിളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് ആണല്ലേ? ബാക്ക് ബോൺ ആന്റി തന്നെയാണ് കേട്ടോ. രണ്ടുപേരും പറയുന്നുണ്ട് ബാക്ക് ബോൺ ആന്റിയാണ്. അപ്പം കൗമുദിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, കൗമുദിയിലെ ജേർണലിസ്റ്റ് ആയിരുന്നു, ന്യൂസ് ആങ്കർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് കറക്റ്റ് കുറച്ചിങ്ങനെ ഒരു ഡൗൺ ആയിരുന്ന പീരീഡിലാണ് ചേട്ടന്റെ ഒരു ടേണിംഗ് പോയിന്റ് കോള് വരുന്നത്. ചേട്ടൻ നിങ്ങൾ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ? അതോ ഇല്ല, ത്രൂ നമ്മൾ ഈ കാസ്റ്റിംഗ് അയക്കുമല്ലോ, അങ്ങനെ അയച്ചതാണ്. ആൻഡ് കിള്ളിപ്പാലത്ത് അടുത്താണ് ഞങ്ങള് താമസമൊക്കെ. അപ്പൊ ഇങ്ങനെ വിളി വന്നു. ആൻഡ് അന്ന് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ ഒരു സെക്കൻഡ് ഇയർ ആവാൻ പോകുന്നു. അതായത് ഞാൻ സെക്കൻഡ് ഇയറിലേക്ക് പോകുന്നു SKJയിൽ ജോയിൻ ചെയ്തിട്ട്. സോ ഹാപ്പി, വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു സുജിത് ആൻഡ് ഹോൾ ക്രൂ. എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടത്തെ കുറവ് അങ്ങനെയൊന്നുമില്ല. എല്ലാരും ആര്യ ചേച്ചി കുറച്ച് ഇഷ്ടം കൂടുതലാന്ന് തോന്നുന്നല്ലേ? ആര്യ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്, ആരെയാ കൂടുതൽ ഇഷ്ടം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്.
ആരെയാ കൂടുതൽ ഇഷ്ടം, എന്നെയാണോ ഇഷ്ടം, അങ്ങനെ എത്ര പെർസെന്റേജ് ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, വേറെ ഈ ജേർണലിസം, പാട്ട്, വേറെ എന്തൊക്കെയാ ഉള്ളത് കയ്യില്? ശ്രേയുടെ ഓൺട്രപ്രണർ ആണ്, ഒരു ചെറിയ ഓണ്ടർപ്രണർ ആണ്. സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, വിഷുവിന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ആങ്കറിംഗ് ഉണ്ട്, കുറച്ച് കാര്യം അതോടെ പറയണ്ട, അത്ര പോരാ. അങ്ങനെയൊക്കെ ഇവരെന്നെ പറഞ്ഞുവിടാൻ ഒരു അവസരം കാത്തിരിക്കും. ഓക്കേടാ, ഓക്കെ. ഇനി ആന്റി എടുത്ത് പോരട്ടെ. ആന്റിക്കാണെന്ന് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ഫാൻസ്. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഇൻസ്റ്റ ഇല്ലാത്ത? ഞാൻ കഴിഞ്ഞ ദിവസം സുഹിതന്റെ അടുത്ത് പ്രൊഫൈൽ എല്ലാവരും ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പം അമ്മമാർക്ക് പ്രൊഫൈൽ ഇല്ല എന്ന്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അമ്മമാർക്കാണ്. എന്നിട്ട് അമ്മമാർക്ക് എന്തുകൊണ്ട് പ്രൊഫൈൽ ഇല്ല? സമയം വേണ്ടേ? ഓ, ഹാൻഡിൽ അല്ലേ, നമുക്ക് മാനേജ് ചെയ്യാൻ ആളെ വെക്കാം. ഇപ്പൊ അങ്ങനെയൊക്കെ സെലിബ്രിറ്റി. ഞങ്ങളുടെ ബിസിനസ്സാണ്. അതിൻ്റെ ഇതിൽ ഈ സാറ്റർഡേ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കുറച്ച് പെർമിഷൻ തരണമുണ്ട് വരുന്നത്. സൺഡേ ഫുൾ വർക്ക് തന്നെയാണ്. എങ്കിലും അമ്മ നമുക്കൊരു ഇൻസ്റ്റ തുടങ്ങണം, നമുക്ക് ഫാൻ പേജ് ഒക്കെ വരും ചിലപ്പോ, നമുക്ക് മാനേജ് ചെയ്യാൻ ആളെയൊക്കെ വെക്കാം. എന്റെ സ്റ്റാഫ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ദിവസം ഒരു സ്റ്റാഫ് വന്നിട്ട് നിങ്ങൾ ഇനി വലിയ ആളൊക്കെ ആവും, സെൽഫി എടുക്കുക. ആദ്യം സെൽഫി എടുത്ത ഞാനാവട്ടെ. അടുത്ത ദിവസം ഓഫീസിൽ രാവിലെ പോകുമ്പോൾ ഒരാൾ സെൽഫി എടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ വലിയ കിടിലമായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചു വെക്കാം. അല്ല, അമ്മ 24 മണിക്കൂർ വർക്കിംഗ് ആണ്. നമുക്ക് രാവിലെ 5 മണിക്ക് തുടങ്ങിയാൽ അവിടുത്തെ പരിപാടി, വീട്ടിലെ പരിപാടി, അത് കഴിഞ്ഞ് 9 മണിക്ക് ഓഫീസിൽ പോകുന്നു, അത് കഴിഞ്ഞ് 7 മണിക്ക് ഇവിടെ വരുന്നു, അത് കഴിഞ്ഞ് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അതും ചെയ്യും. എന്നിട്ട് അതായത് അവിടെ എന്റെ അച്ഛന്റെ ഓഫീസിൽ ബിസിനസ്, അത് കഴിഞ്ഞിട്ട് ബാക്കി 2 ദിവസം ഷൂട്ടിന് കയറും. ഇല്ലാത്ത ദിവസമാണെങ്കിൽ ആന്റി ആ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും സ്വന്തം എംബ്രോയിഡറി വർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ആന്റി ചെയ്യും. വീട്ടിൽ 2 മണിക്കൂർ കിട്ടിയ ആ ഗ്യാപ്പിൽ തയ്ക്കും. എല്ലാ മൊമെന്റ്സും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കുള്ള സാധനം ഞാൻ തയ്ക്കും, എന്റെ വാവയ്ക്കുള്ളത് എല്ലാവർക്കും ഞാൻ തന്നെ തയ്ക്കും. വേറെ പുറത്തോട്ടൊന്നും ഇല്ല അല്ലേ? ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ആന്റിയുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു മറ്റേ സ്വിമ്മിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. അത് ശരിക്കും ആന്റിക്ക് ഒറിജിനലായിട്ട് വാങ്ങിച്ചു കൊടുത്താണല്ലേ? ഓക്കെ, എന്റെ ഇത് തന്നെ എനിക്ക് അപ്പൊ തൊട്ടേ എനിക്കുള്ളത് ഞാൻ തന്നെ തയ്ക്കും. എന്റെ കൊച്ചു പിള്ളേർക്കുള്ളത് എല്ലാം ഫ്രാക്ക് തയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇവന് പാവ വന്നത് പെൺകൊച്ചാണ്. ഇവന് വന്നിട്ട് 15 ദിവസമേ ആയുള്ളൂ, അതും പെൺകൊച്ചാണ്. എനിക്ക് തയ്ക്കാൻ വേണ്ടി കറക്റ്റ് എനിക്ക് തയ്ക്കാൻ വേണ്ടി അതുകൊണ്ട് ഇപ്പം അച്ഛനായിട്ടൊരു 15 ദിവസമായി. ചേട്ടാ കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ അമ്മൂമ്മയായിട്ടും കൂടെ സന്തോഷമായിട്ടിരിക്കുകയല്ലേ ഇപ്പൊ? ഒന്നും കൂടെ സെക്കൻഡ് അമ്മൂമ്മ. ഈ പറഞ്ഞു അമ്മ അഭിനയിപ്പിച്ച് നമുക്ക് സക്സസ്ഫുൾ ആക്കാന്ന് മോൻ ഐഡിയ കൊടുത്തത് ആരാണ്? സ്വന്തമായിട്ട് മോൻ ഐഡിയ വന്നതാണോ? ആദ്യം ഒന്നും തരൂല, എനിക്ക് മലയാളം വരൂല, ഞാൻ തമിഴാണ്. ഞാൻ കണ്ടായിരുന്നു പറയുന്നത്. കുഴപ്പമില്ല. ഫസ്റ്റ് ഇങ്ങനെ തോന്നാൻ കാര്യം എന്താ? അമ്മയെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കാം അങ്ങനെ? അല്ല, ഫസ്റ്റ് അങ്ങനെ തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ബഡ്ജറ്റ് വേറൊന്നും ഇല്ലല്ലോ, വീട്ടിലുള്ളവരല്ലേ അഭിനയിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ആക്ച്വലി ഞാനും എന്റെ ചിറ്റപ്പനാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും തൊട്ടപ്പുറത്തപ്പുറത്താണ് വീട്. അപ്പോൾ ആദ്യം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈലില് ഷൂട്ട് ചെയ്ത്, അതായത് വൈശാഖ്, പുള്ളിക്കാരന്റെ മകൻ വൈശാഖ്, രേവതി, ഷീലാൻഡി, ഇവർ 3 പേര് അതിനകത്ത് അഭിനയിക്കുന്നവരാണ്. ഇവർ 3 പേര് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് രണ്ട് വീട്ടിലായിട്ടാണ് ഷൂട്ട് നടക്കുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓവർ ദ ടൈമിലാണ് നമ്മൾ അരുണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചത്, അതുപോലെ ഓരോരുത്തരും കണക്ഷൻ വെച്ചിട്ട് ആദ്യം പിന്നെയാണ് നമ്മൾ കാസ്റ്റിംഗ് കോൾ ലെവലിലോട്ടൊക്കെ പോയത്. അതൊക്കെ ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെയാണ് അപ്പൊ ഫാമിലി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അമ്മയൊക്കെ തുടങ്ങി. അമ്മയ്ക്ക് പണ്ട് ഇതുപോലെ ആന്റിക്ക് പണ്ട് എന്തെങ്കിലും ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അങ്കിളിനുണ്ടായിരുന്നോ? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയ നാടകങ്ങളിലൊക്കെ 1-2 ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നില്ല. അപ്പൊ ഡയലോഗ് ഒക്കെ പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. അല്ല, ഇതിപ്പോ നമ്മൾ ആദ്യത്തെ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞ ശ്രീധർഷ് വന്നതിന് ശേഷം എനിക്ക് ഡയലോഗ് പഠിക്കണ്ട, എനിക്ക് പറഞ്ഞു തരും. വായിക്കാൻ എനിക്ക് സമയം കിട്ടൂല, അവൻ വന്ന് കറക്റ്റ് പറഞ്ഞു തരും. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 പടമൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ മെനക്കെടേണ്ടത്. ഇപ്പൊ ഇവരൊക്കെ തെളിഞ്ഞു പഠിപ്പിച്ച്. അതായത് ആദ്യം നമ്മൾ കുറച്ച് എഫർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ഡയലോഗ് പറയുന്നതാണെങ്കിലും മോഡുലേഷൻ ആണെങ്കിലും അന്ന് നമ്മളും പഠിക്കുന്നേ ഉള്ളൂ. നമ്മളും ഭയങ്കര ഡയറക്ടർമാരൊന്നും അല്ലല്ലോ. ഇത് ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നത്, ചെയ്യുന്നത്. അപ്പം ആദ്യം ഇനിഷ്യൽ എല്ലാവരും ഏറ്റവും നമ്മൾ കാണുന്ന ഒരു ടേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 20ാമത്തെയോ 40ാമത്തെ ടേക്ക് ആയിരിക്കും അതിനകത്ത് കിടക്കുന്നത്. അപ്പം ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും
സാധനം കൊടുക്കുന്നു, ഡയലോഗ് കൊടുക്കുന്നു. ഇപ്പൊ ഇന്നലെയൊക്കെ ഒരു 2 പേജ് ഡയലോഗ് ഉണ്ടായിരുന്നു, 40 മിനിറ്റിൽ എടുത്തിട്ട് ഒറ്റയ്ക്ക് പോക്ക്. ശരി പോകും ആര്യൊക്കെ. അതൊക്കെ ഇന്നിപ്പോ ഭയങ്കര സിമ്പിൾ ആണ് സത്യം പറഞ്ഞാൽ, കുറച്ചും കൂടി എളുപ്പമാണ് ഇവരെ വെച്ച് ചെയ്യാൻ. ഇങ്ങനെ വെക്കുന്ന ആര്യ കൊടുക്കുന്നു, അതെ ചിട്ടി റോബോ ആ ലെവലിലോട്ടൊക്കെ വളർന്നു കഴിഞ്ഞു. ശ്രീദേശേട്ടൻ വന്നതിന് ശേഷം പ്രോംപ്റ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയതുപോലെ തോന്നുന്നില്ല ആന്റിക്ക് എല്ലാം പറഞ്ഞു. അല്ല പുള്ളിക്കാരനും നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാരെയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ആക്ച്വലി ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വരും, വിശദീകരമായിട്ട് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആന്റി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ആന്റിക്ക് അന്ന് മോൻ വിളിച്ചപ്പോ അഭിനയിക്കാൻ പോയത് ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിട്ടല്ലേ തോന്നുന്നത്? ഞാൻ വിളിച്ച് അഭിനയിക്കാൻ പോയത് ഒരു നല്ല കാര്യമായില്ലേന്ന്. ഇപ്പൊ എന്നെ ഞാൻ എവിടെ പോയാലും എന്നെ കണ്ട എല്ലാവർക്കും അറിയാം. അതിന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അച്ഛനാണ് ഫീൽ ചെയ്യും. അച്ഛനാണ് ഫീൽ ചെയ്യുന്നത്. ചോദിക്കാതിരിക്കില്ല, ആരെങ്കിലും കാണും. അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ കസിൻസിനൊക്കെ അയച്ചു കൊടുക്കുമല്ലോ, അപ്പൊ എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കത്തില്ലേ? അവരൊക്കെ എങ്ങനെയാ റിയാക്ട് ചെയ്ത് ആന്റി അഭിനയിക്കുന്ന വീഡിയോ തുടങ്ങിയപ്പോ? പറയാ അയ്യോ നല്ല തെളിഞ്ഞു, നീ നല്ല തെളിഞ്ഞു, നേരത്തെ പോലെയൊന്നും ഇല്ല. ഈ ഫാമിലി ഫംഗ്ഷൻസിലൊക്കെ ഭയങ്കര ഫാൻസ് ആയിരിക്കും. അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്കാർ വരെയും വന്ന് കറക്റ്റ് പറയും. ഇപ്പൊ ഇന്നലെയും വന്നായിരുന്നു, അവര് വന്ന് പറഞ്ഞിട്ടല്ലോ പോയത്. ഇത് തന്നെ ആദ്യം വന്ന് പറയുന്നത്. അയ്യോ സന്തോഷം, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് സുധന്റെ അടുത്ത് ലാസ്റ്റ് വരാം കേട്ടോ, നേരെ അങ്കിളിന്റെ അടുത്തോട്ട് വെക്കും. എൻ്റെ പേര് ബാലേന്ദ്രൻ. ഞാൻ ഒരു ഫാർമ കമ്പനിയുടെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കുഞ്ഞു ഡിസ്ട്രിബ്യൂഷനുണ്ട്. ഈ സുജി നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലാണെങ്കിൽ ഒരു ആശയം വന്നതും എൻ്റെ മോനും പുള്ളിയും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം. അപ്പോൾ സുജി വന്നിട്ട് മോട്ടിവേഷൻ ടോക്കിൻ്റെ ആളാണ്, അവൻ സിനിമയുടെ ആളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദൃശ്യാവിഷ്കാരണം നടത്തി കൊടുത്താൽ എങ്ങനെ ഇരിക്കും, ആൾക്കാർ പെട്ടെന്ന് റീച്ച് ആവും, അതിനകത്ത് അക്സെപ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തു. അത് എന്തായാലും തുടങ്ങിയത് നമ്മളെ വീട്ടിൽ വെച്ച് ചെറിയ രീതിയിലൊക്കെ ചെയ്ത്, വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെ ചെയ്തൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ആൾക്കാരിലെത്തി, റീച്ചായി. ഇപ്പോൾ എവിടെ പോയാലും ഒരു ദിവസം ഒരു 10 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അറിയിക്കാൻ പറ്റാത്തത്. നമ്മളാരും ജന്മത്തിൽ ഇങ്ങനൊരു സംഭവം വിചാരിച്ചല്ലേ. സ്കൂളിലൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അത് കംപ്ലീറ്റ് അങ്ങ് പോയല്ലോ. പിന്നെ ഇങ്ങനൊരു സംഭവം വരുമെന്നോ ഇത്രയും നമ്മൾ ചെയ്യാൻ കഴിയുമെന്നോ ഒന്നും വിചാരിച്ചില്ല. സുഹൃത്തേട്ടൻ ആദ്യം വന്നിട്ട് ഇങ്ങനെ ഒരു ചെയ്യാൻ പോവാണ്, വന്ന് അഭിനയിക്കണോന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഓക്കെ ആയിരുന്നു അങ്കിളിന്? അല്ല, അത് തന്നെ മോനും ഇവരും കൂടെ ചേർന്നാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാണ്, ചുമ്മാ നമ്മള് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ചുമ്മാ മൊബൈലിൽ കൊണ്ടുവരല്ലേ, അപ്പൊ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു സീരിയസ് ആയിട്ടൊന്നും തോന്നിയില്ല. റെഡി ചെയ്തു. കോവിഡ് ടൈമും കൂടി ആയതുകൊണ്ട് കോവിഡ് ടൈമിൽ എല്ലാരും വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന വീട്ടിലാണല്ലോ. അപ്പൊ വേറൊരു പരിപാടിയില്ല. കോവിഡ് ടൈം ഒരു ജീവിതം മാറ്റിമറിച്ച ആൾക്കാർ. തീർച്ചയായും നമ്മളെല്ലാവരുടെയും ജീവിതം മാറ്റി കോവിഡ് ടൈം പ്രത്യേകിച്ച് കോസ്റ്റ്യൂമോ ഒന്നുമില്ല. നമ്മള് വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ ഒരു ക്യാമറ കൊണ്ടുവരുന്നു, എടുക്കുന്ന അടുക്കളയിൽ ക്യാമറ മൊബൈലിൽ കൊണ്ടുവരുന്നു. അതിന്റെ സീരിയസ്നെസ്സേ ഇല്ല, എന്തോ ഒരു ചെറിയ സാധനം എടുക്കുന്നില്ല. അപ്പൊ ഇത് ഇത്രയും ഭയങ്കര സംഭവത്തിൽ എത്തുമെന്നൊന്നും നമ്മള് വിചാരിക്കുന്നില്ല. പിന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു കൊണ്ടുവരുന്ന കണ്ടന്റും കാര്യങ്ങളും ആൾക്കാർ ഭയങ്കരമായിട്ട് റീച്ച് ആകും. ചില സാധനം നമ്മൾ തന്നെ വിചാരിക്കും ഇത് വലിയ സാധ്യതയില്ല, അത് ഭയങ്കര റീച്ച് ആയിരിക്കും. ഭാവമായിട്ട് ചെയ്യണതൊന്നും ആൾക്കാർക്ക് അറിയുന്നില്ല. പക്ഷെ ദുഷ്ട ക്യാരക്ടർ ആണെങ്കിൽ എല്ലാരും വന്ന് പറയുന്നത് അങ്ങനെയല്ല. ആണല്ലേ? ആന്റി വേറെ എന്തെങ്കിലും ക്യാരക്ടർ ഇതൊന്നും ഭയങ്കര ഇതായി. അത് കേൾക്കുമ്പോൾ പക്ഷെ സന്തോഷല്ലേ വേണ്ട, അത് ആൾക്കാർക്ക് അഭിനയിച്ച് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടല്ലേ. ഓക്കെ, അരുൺ ചേട്ടാ പോരട്ടെ. വന്നത് എങ്ങനെയാണെന്നാണ് വന്ന് ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ നേരത്തെ സ്കൂളിൽ കോളേജ് ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ഒരു സിനിമയിൽ AD ആയിട്ട് വർക്ക് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അത് പടം വർക്കായില്ല, ജോലി റിസൈൻ ചെയ്തിട്ടാണ് പോയത്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. ജോലി റിസൈൻ ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി. അത് പോയി ടിക്ടോക്ക് തുടങ്ങി. ടിക്ടോക്ക് തുടങ്ങി, എല്ലാം കണ്ടല്ലേ. അത് പോയി ടിക്ടോക്ക് തുടങ്ങി ഇന്ത്യയിലെ മൊത്തത്തിൽ ബാൻ ചെയ്തു. പിന്നെ വീണ്ടും പഴയ കമ്പനി തന്നെ എനിക്ക് റീജോയിൻ ചെയ്യാൻ പറ്റി. നല്ലൊരു പോസ്റ്റ് കിട്ടി, അങ്ങനെ വീണ്ടും റീജോയിൻ ചെയ്തു. അന്ന് ഞാൻ ഇങ്ങനെ തീരുമാനിക്കും, ഇനി എന്തായാലും വേറെ ഒരു പരിപാടിക്കും പോകുന്നില്ല, ജോലിക്ക് മാത്രം പോയി ഇങ്ങനെ വീട്ടുകാരെ നോക്കി അങ്ങനെ ഇരിക്കുക. പക്ഷെ അന്ന് അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് അന്ന് വൈകിട്ട് എനിക്ക് ആ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് വൈകിട്ട് വേണ്ടാന്ന് തീരുമാനിച്ച് അന്ന് വൈകിട്ട് സുഹിത്തിൻ്റെ മെസ്സേജ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിനക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഞാൻ അതിന് മുമ്പേ നമ്മൾ ഈ പറഞ്ഞില്ല കോളേജ് മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇവൻ നമ്മുടെ കോളേജ് ഗ്രൂപ്പിൽ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കാണുന്ന വീഡിയോസ് രേവതിയും വൈശാഖുമാണ്. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു ഇവർ, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഇവരാരാണെന്ന് ചോദിച്ചു. ചില ഷോർട്സ് ഒക്കെ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് എടുത്ത്, നൈറ്റ് ഷോട്ടൊക്കെ എങ്ങനെ എടുത്താക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ആ സമയത്ത് ഈ സംസാരിച്ച് പിന്നെ ഇവൻ ആ സമയത്താണ് ഇങ്ങനെ വിളിക്കുന്നത്.
അപ്പം വീണ്ടും എന്ത് ചെയ്യണമെന്നൊരു ഇത് വന്നു. കാരണം വേണ്ടാന്ന് വെച്ചിരുന്നിട്ട് വീണ്ടും വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ചയായിരുന്നു ഷൂട്ട് വരുന്നത്. അപ്പോൾ ശനിയാഴ്ച വരെ വർക്കിന് പോവുക, ഞായറാഴ്ച ഷൂട്ട്. അപ്പം അതങ്ങനെ വന്നു. അതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വിളിച്ച ദിവസം പ്രളയം തുടങ്ങി, വീണ്ടും പ്രശ്നം, 2 ആഴ്ച ഷൂട്ട് തുടങ്ങി. അങ്ങനെയൊക്കെ ഉണ്ടായി. എന്നിട്ട് 3-ാമത്തെ ആഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് 3 ആഴ്ച കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. ആ എപ്പിസോഡാണ് നേരത്തെ പറഞ്ഞില്ലേ 15-ാമത്തെ എപ്പിസോഡ് 10 മില്യണൊക്കെ പോയെന്ന് പറഞ്ഞ എപ്പിസോഡ്. ആ എപ്പിസോഡായിരുന്നു. പിന്നീട് പിന്നെ നോർമലായിട്ട് പിന്നെ ബാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുണ്ട്. അതെ, ചേട്ടന്റെ ബയോയില് ഫസ്റ്റ് തന്നെ ഒരു ചവറിന്റെ പിടിച്ചിരുത്തിയ ഷോട്ട് ആണോ? ഫസ്റ്റ് ഷോട്ട് തന്നെ ബംഗാളികളുടെ കൂടെ സ്കാം ചെയ്യുന്ന സാധനം. അത് ശരിക്കും ആ ഷോട്ട് ബംഗാളികൾ അപ്പോഴും ഷോട്ട് ഇല്ലേ, നമ്മൾ അപ്പോഴും വൈശാഖിനും കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യം ഓടിച്ച നമ്മുടെ കൂടെ നടന്നിങ്ങാന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങിയത്. അവരെ അറിഞ്ഞോലും ഇല്ല അതിനകത്ത്. ഞാൻ ഓടിച്ചവരെ പുറകിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് ജൂനിയർ അവര് പോലും അറിയാതെ. ചേട്ടന്റെ ബയോയിൽ എന്താ കീപ് മൂവിങ് ആൻഡ് ഇംപ്രൂവിംഗ് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ഒന്ന് കഴിഞ്ഞു പോയി അടുത്ത് കഴിഞ്ഞു പോയി പണ്ടോട്ടെ അത് മാത്രമേ എനിക്കുള്ളൂ, പുതിയൊന്നും വരുന്നില്ല. ഇംപ്രൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ലെന്നാ? ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. വന്നിട്ടില്ലേ? വേറെ ലെവലാണ്. ഓക്കെ. ഞാൻ ഇൻസ്റ്റയിൽ ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ പറയും ഇന്നിപ്പം ആരും ഇറങ്ങി എൻ്റെ വാട്സപ്പിൽ നമ്മളിവിടെ താഴെ ഇരുന്നപ്പോൾ പറഞ്ഞ ഇന്റർവ്യൂ, ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതില് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോയാണ് ഞാനിപ്പോൾ ഡീപ്പ് ഇട്ടേക്കുന്നത്. ശരിക്കും ഇവിടെ പറയുമ്പോൾ ഞാൻ ഓർമ്മിച്ചു, ഞാൻ ഡീപ്പ് ഇട്ടിട്ട് ഞാൻ മറന്നു ഏതായിട്ടെന്ന് മറന്നു. അപ്പോഴും പറഞ്ഞു എന്നെ കട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്ന ഫോട്ടോയാണെന്ന് പറഞ്ഞു. അതുപോലും ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, ഇനി ആര്യയിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ നിങ്ങളുടെ വീഡിയോസ് കണ്ട സമയത്ത് അതിൽ കമന്റ്സ് കിടക്കുന്നു, ആര്യയാണ് ഭയങ്കര ആക്റ്റീവ് എന്ന് വിചാരിച്ചു, പക്ഷെ ആര്യ ഒന്നും മിണ്ടുന്നില്ലല്ലോ, ആര്യ ഭയങ്കര സൈലന്റ് ആണല്ലോ, ആര്യയെ പറ്റി ഇതൊന്നും അല്ല വിചാരിച്ചതെന്ന്. നിങ്ങൾ അറിയണം, ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ചെറിയൊരു ഡൗട്ട് വയ്ക്കാൻ പഠിച്ചിട്ട് 1 മണിക്കൂറിനോട് സംസാരിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഒന്ന് വെച്ച് എനിക്ക് ഉറങ്ങിയാൽ മതിയായിരുന്നു. അല്ല, ആര്യ എനിക്ക് നേരത്തെ അറിയാം, ആര്യ ഫ്രണ്ടാണ് എൻ്റെ. അപ്പം ഈ ആര്യയുടെ ശരിക്കുമുള്ള ഈ പറഞ്ഞ ശ്രേയൊക്കെ പറഞ്ഞ എനിക്കൊക്കെ അറിയാവുന്ന ആ ഒരു സ്വഭാവമാണ് നമുക്ക് ഈ ഇന്റർവ്യൂവിൽ കൊണ്ടുവരേണ്ടത്. പറയൂ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഈ ഡ്രാമ, മോണാക്ട് അങ്ങനെ ആക്റ്റീവ് ആയിരുന്നു. കൊച്ചിലോട്ട് സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നു. അപ്പോൾ കൊച്ചിലോട്ട് ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ വാക്കുകൾ, ഷോർട്ട് ഫിലിമും കുറച്ച് ചെറിയ സിനിമകളിൽ ചെറിയ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ടൈമിലാണ് ഇതുപോലെ കാസ്റ്റിംഗ് കോളല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ SKJ ടോക്സ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ അതിന് ആർട്ടിസ്റ്റിനെ നോക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്നത്. അതിന് മുമ്പേ തന്നെ ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് സുജിത്തേട്ടൻ അതിൻ്റെ ഒരു മോട്ടിവേഷൻ ഒരു റീല് പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഷൂട്ടിന് പോകുന്ന സമയത്താണ് ഇവരെല്ലാവരെയും മീറ്റ് ചെയ്യുന്നതും. പക്ഷേ അതൊരു ലൈഫിൽ ശ്രേയ പറഞ്ഞ പോലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ അതിന് മുമ്പേ കൂടെവിടെ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ റോളായിരുന്നു, എങ്കിൽ പോലും ആൾക്കാരൊക്കെ തിരിച്ചറിയുമായിരുന്നു. വേറെ ആളോട് അഭിനയിച്ചിട്ടുണ്ട്, അത് പറയുന്നത് പൃഥ്വിരാജ്. ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കൂടെവിടെ ചെയ്ത സമയത്താണ് കുറച്ച് ആൾക്കാർ ഹീറോയിന്റെ ഫ്രണ്ടായിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയത്. പക്ഷെ അതിനേക്കാളും SKJ ടോക്സിലോട്ട് വന്നപ്പോൾ ആന്റി പറയുന്ന പോലെ നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ, ഒരു ദിവസം നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ മിനിമം ഒരു 4-5 പേരെങ്കിലും വന്ന്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന കൂടുതലും കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികൾ. ഞാൻ സ്കൂളിലായിരുന്നു, ഞാനൊരു 3 years PG കഴിഞ്ഞ ഉടനെ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരു 6 months ആയിട്ടുള്ളൂ റിസൈൻ ചെയ്തിട്ട്. ഞാൻ 3 വർഷം സ്കൂളിലായിരുന്നു, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ കാണുന്നത് കുട്ടികളാണെന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഇത് കുട്ടികൾ വളർന്നു വരുന്ന തലമുറ ഇത് കാണുന്നുണ്ടെന്നുള്ളത് കാര്യം മിക്ക പാരന്റ്സും എന്നോട് പറയാറുണ്ട്, ഇത് കാണിച്ചു കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, ഇതെന്നും കാണും, 7 മണിയാവാൻ വെയിറ്റ് ചെയ്യും. അത് കറക്റ്റാണ്. പോത്തീസിൽ പോയപ്പോൾ ഒരു കുഞ്ഞ് ഒരു 2 വയസ്സായിരിക്കും തോന്നുന്നു, ആ കൊച്ചിനെ നോക്കി ചിരിക്കണം. അപ്പോൾ എൻ്റെ മോള്, ഞാൻ കണ്ടില്ല, മോള് പറയുന്നത് അമ്മ കൊച്ചിനെ അറിയാൻ തോന്നുന്നു അമ്മ, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. 2 വയസ്സായ കൊച്ചു, കുഞ്ഞു കുട്ടികൾക്കോട്ട് എല്ലാവർക്കും എൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരൻ ഈ സ്ട്രിക്റ്റ് കൺട്രോളാണ്, ഫോൺ പിള്ളേർക്ക് കൊടുക്കത്തില്ല, എത്ര കാര്യങ്ങളും ഫോൺ കൊടുക്കത്തില്ല. പുള്ളിക്കാരൻ ഈ മക്കളെ കാണിക്കുന്ന ആകെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാ വെള്ളിയാഴ്ച 7 മണിക്ക് അവർക്ക് പെർമിഷൻ ഉള്ള ഒരു വീഡിയോ. എന്താണ് നമ്മൾ ക്യാരക്ടർ, എന്താണ് സീൻ, എല്ലാവർക്കും അറിയാം. അത് എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നെ ഞാൻ ഇട്ട ഒരു എപ്പിസോഡിന്റെ കോസ്റ്റ്യൂം എടുത്ത് ആ ഒരു ഡ്രസ്സിൽ ഞാൻ ഒരു കല്യാണത്തിന് നിന്നപ്പോൾ അവിടെ വന്നിട്ട് ഈ എപ്പിസോഡ് എടുത്ത് നോക്കി ഇതാ നിൽക്കുന്നത് അതാണെന്ന് പറഞ്ഞ് കാണിച്ച് അങ്ങനെ വന്നിട്ട്
അത് ഇപ്പോഴും അല്ല, ഒരു 3 കൊല്ലം മുന്നാണ് നമ്മൾ ഭയങ്കര റീച്ച് ആവുന്ന മുന്നത്തെ ടൈം. ഡ്രസ്സും കോസ്റ്റ്യൂമും ക്യാരക്ടറൊക്കെ എല്ലാം ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അല്ല, ഒരുപാട് പേര് വന്നിട്ട് ഏറ്റവും കൂടുതൽ അത് ഭയങ്കര ഒരു മക്കളുടെ ഭയങ്കര ഫാനാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. പക്ഷെ കുട്ടികൾക്ക് എങ്ങനെ ഇത്ര റിലേറ്റഡ് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലാണെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് SKJ ടോക്സിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 4 വർഷമായി. 4 വർഷമായി. ഞാൻ ഫസ്റ്റ് ജയറാം ചേട്ടൻ്റെ കൂടെയാണ് പെയറായിട്ട് ചെയ്യുന്നത്. അന്ന് സുഹിത്തേട്ടൻ ആണ് ഡയറക്റ്റ് ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നു അന്നൊക്കെ സൺഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്. ഇപ്പോഴാണ് സാറ്റർഡേ സൺഡേ ആയത്. അത് പക്ഷെ അന്ന് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ഒറ്റ ടേക്കിൽ എല്ലാം ഓക്കെ ആക്കി ഭയങ്കര. ഇപ്പം പറഞ്ഞു കേട്ടില്ലേ, റോബോട്ട് പോലെ കഴിഞ്ഞു. അതാ ഒരു പിന്നെ പിന്നെ സെക്കൻഡ് എപ്പിസോഡിൽ വന്നപ്പോ കഞ്ഞി വെച്ചു. അല്ലെ അങ്ങനെയല്ലേ, അത് രാത്രി 3 മണി വരെ 4 മണി വരെ. അത് ക്ലൈമാക്സ് സീനായിരുന്നു ഇതുപോലെ. അന്ന് ഞാനും വൈശാഖം ഡയറക്ട് ചെയ്തു. ചേട്ടൻ എന്താ ഇവര് ഇത്ര റീടേക്ക് പോകുന്ന ചേട്ടൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്രഷൻ കിട്ടാത്തപ്പോഴാണോ അതോ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നൈറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ചിലപ്പോ ഒന്ന് കഥ മറ്റേ ഒരു നമുക്ക് നാച്ചുറലി മനുഷ്യനാണല്ലോ, ഉറക്കം വരും, മറ്റേ ഈ ഡയലോഗ് റെൻഡർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ മോഡുലേഷൻ നമ്മൾ അത് മൈൻഡിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര വിചാരിച്ചാലും. പക്ഷെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പോഴൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തന്നെ കഥ അയച്ചു കൊടുത്താൽ മതി, ഇവർക്ക് തന്നെ അറിയാം ഇപ്പൊ നമ്മൾ ഡയലോഗ് ആയിട്ട് എന്താണ് എന്താണ് ഈ ഒരു കഥാപാത്രം എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞു ചെയ്യാനുള്ള എല്ലാവരും മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം, ഇവിടെ ചെറിയൊരു പോസിറ്റ് പറയാതെ അങ്ങനെയൊന്നും അങ്ങനെയുള്ള ലെവലൊക്കെ കഴിഞ്ഞു. ഇവിടെ പറയണം, ഇവിടെ ഒന്ന് ശ്വാസം എടുക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ തിരിഞ്ഞു നോക്കണം, ഇങ്ങനെ ഓരോന്നും പറയും. പണ്ട് ഇതുപോലെ ആക്ട് ചെയ്തൊക്കെ കാണിക്കും നമ്മള്. നമുക്ക് ആക്ടിങ് അറിഞ്ഞൂടെ പോലും വർഷങ്ങളായി. ഇപ്പൊ ഞാൻ ആക്ച്വലി ഡയറക്ട് ചെയ്തിട്ട് കുറെ കൊല്ലമായി. കഴിഞ്ഞ 40 പടവും ശ്രീധർഷാണ് ഡയറക്ട് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് 200 പടവും ഞാനാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അന്ന് തുടക്കമൊക്കെ ഭയങ്കരമായിട്ട് എല്ലാം ചെയ്യണം, എല്ലാരെയും പഠിപ്പിക്കണം. എപ്പോഴും പറഞ്ഞു കേട്ടോ, എനിക്ക് അഭിനയിച്ച് കാണിക്കാനായിട്ടാ. പക്ഷെ ഞാൻ സുരാജിന്റെ സിനിമ ഇതടാ ഏത് അതെന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ കാണും, നിങ്ങളെ കൂടെ പറ്റും. പല പറഞ്ഞു പറഞ്ഞ് നമ്മളെ അത് എത്തിക്കും. പറഞ്ഞാണെങ്കിൽ ആ സംഭവം അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയത്. വേറെ ഒരു സെറ്റിൽ പോകുമ്പോഴേ ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ ഒരു അത് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എനിക്കും ചേറാമനൊക്കെ അറിയാം. നമ്മൾ സിറ്റ്കോംസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. തീർന്നു ഇത് കാരണം നമ്മുടെ ഒരു ബേസിക് സാധനം മിക്കവാറും എല്ലാ എപ്പിസോഡിലും ക്ലൈമാക്സിൽ ഒരു എസ്സേ വരും. ആരെങ്കിലും ഒരാൾ ബലിയാട് കാണും. ചിലവരൊക്കെ ചോദിക്കും ആരെയാണ് ഞാൻ നന്നാവണോ അല്ല നന്നാക്കണോ, നന്നാക്കണമെങ്കിൽ വേണ്ട. ഓ അപ്പൊ ചിലവര് ഞാൻ നന്നാക്കണയാണെങ്കിൽ കുറച്ച് പാടുപെടും, തലേദിവസം സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഡയലോഗ് പറയാനാണോ എക്സ്പ്രഷൻ പറയാനാണോ ഏറ്റവും കൂടുതൽ പാട്? അത് ഓരോരുത്തരും ഇപ്പൊ വലിയ ഇപ്പൊ എല്ലാം കിട്ടുന്നങ്ങളായി. അന്നത്തെ ദിവസം ഇവിടെ ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ട്. തുടങ്ങട്ടെ നമുക്ക്. ഇതാണ് ഏറ്റവും പുതിയ എൻട്രി. കൂട്ടത്തില് പുതിയ എൻട്രി ചേട്ടനാ തോന്നുന്നല്ലേ? അല്ല ശരിക്കും ഇവരെക്കാലം മുന്നേ ആദ്യം വന്നിട്ടുണ്ട്, ശ്രേയക്കാലം മുന്നേ വന്നിട്ടുണ്ട്. ഒരു എപ്പിസോഡ് ചെയ്തിട്ട് പിന്നെ കുറെ ബ്രേക്ക് എടുത്തു. ഓക്കെ ചേട്ടാ പോരട്ടെ. തിരിച്ചൊരു വരവായിരുന്നു, ഒരു 1.5 വരവായിരുന്നു. ഞാന് കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പണ്ടോട്ടെ സിനിമയാണ് മെയിനായിട്ട് ആക്ടിങ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ കോളേജ് കഴിഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ് കുറച്ച് നടന്നു നോക്കി, ഒന്നും നടന്നില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ആർക്ക് എങ്ങനെ എവിടെ പോകണമെന്നൊന്നും ഒരു ധാരണയില്ല. അപ്പോൾ അങ്ങനെ ഒന്നും നടക്കാതെ ജോലി കയറി, വീട്ടിലെ പ്രഷർ കാരണം ജോലി കയറി. ജോലി ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം അത് മാർക്കറ്റിംഗ് സൈഡ് വെച്ചിട്ട് നമുക്ക് സൈഡിൽ കൂടെ എവിടെ കൂടെ ഇങ്ങനെയൊക്കെ ചാൻസ് ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ മാർക്കറ്റിംഗ് സൈഡിൽ കൂടെ നിന്നിട്ട് അത് നോക്കിക്കൊണ്ടിരുന്ന നടപടിയാവില്ല എന്ന് മനസ്സിലായി. ഒരു വേണ്ടി ആ ജോലി റിസൈൻ ചെയ്തു. വീണ്ടും സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോഴാണ് കോവിഡ് പറഞ്ഞത്. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഫിനാൻഷ്യലി ടൈറ്റ് ആയപ്പോൾ വീണ്ടും ഒരു ജോലി കയറി. പക്ഷേ നമുക്ക് ഓരോ ദിവസം പോകുമ്പോഴും അറിയാം ഇതല്ല നമ്മുടെ പരിപാടി, ഇതല്ല, ഇത് പോയിട്ട് കാര്യമില്ല. ഓരോ ദിവസവും ഭ്രാന്ത് പിടിച്ചാണ് ജോലിക്ക് പോണേ. അങ്ങനെ കോവിഡ് കഴിഞ്ഞൊരു സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതിനു വേണ്ടി ഇറങ്ങി. ഇനി ഒരു തിരിച്ച് ഇതിലോട്ട് വേറൊരു
സൈഡ് പരിപാടി വേറൊന്നും വേണ്ട, ഇത് പരിപാടി വേണ്ട, അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചാൽ മതി, ഒന്നീ രക്ഷപ്പെടണം ഇല്ലെങ്കിൽ ആ വഴിക്കേക്കും പോകണമെന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ടാണ് പിന്നെ കൂടുതൽ മനസ്സിലാക്കണം ഇത് എവിടെ പോകും, ആരുടെ ചാൻസ് ചോദിക്കണം, എവിടെ പോകണം എന്നുള്ള നമുക്കൊരു ധാരണയില്ല. അങ്ങനെ എനിക്ക് FB ആ സമയത്ത് കാണാം, ആ സമയത്ത് ഇൻസ്റ്റ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ FB കാണുന്നതും പരിചയത്തിലൊക്കെ ഉള്ള സർക്കിളിൽ അങ്ങനെയൊക്കെ അറിയാവുന്ന ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ഒരു വിധപ്പെട്ട ഏത് ഡയറക്ടേഴ്സ് ആരെടുത്ത് നോക്കിയാലും അവരുടെ FB നമ്മുടെ മെസ്സേജ് കാണും. അപ്പോൾ അങ്ങനെ ചാൻസ് ചോദിച്ചാൽ അതിൽ ഒരാൾ ശരത് രമേശ് എന്ന് പറയും, നമ്മുടെ ഇതിൽ സ്ക്രിപ്റ്റും എഴുതിയിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ പുള്ളി എനിക്ക് ആദ്യമായിട്ട് ഒരു ദിവസത്തേക്ക് സൂര്യ കോമഡി ഒരു സിറ്റ്കോം ഒരു പരിപാടിയുടെ ഫില്ലർ ഷോസിൻ്റെ ഒരു ദിവസത്തേക്ക് ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവരെന്നെ ത്രൂ ഔട്ട് അതിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മാത്രം വെച്ചിട്ട് നമ്മുടെ ഏണിങ്സോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു വരുമാനം വന്നാലേ നമുക്ക് ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഈ ചാൻസ് വേണമല്ലോ, ചാൻസാണ് ആദ്യം കാശ് രണ്ടാവും എന്നുള്ള രീതിയിൽ ആദ്യം ചാൻസിനുള്ളത് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനൊരു ചാനലുണ്ട്, FB വീഡിയോസ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിക്ക് ഇവിടെ ആരെയും പരിചയമില്ല, പക്ഷെ പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്, പരിപാടി കാണുന്നതാണ്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ വീഡിയോസ് കാണൽ കുറവായിരുന്നു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, അവരിതേപോലെ കാസ്റ്റിംഗ് ഒക്കെ ഇടുന്നുണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ ഞാൻ അതിൽ ആദ്യമായിട്ടൊരു ഓഡിഷൻ വീഡിയോ പോലൊരു മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് മതി, നിങ്ങൾ വേറെ ഒന്നും കണക്കാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ ഡയറക്റ്റ് ആ നമ്പറിലോട്ടാണ്. അപ്പോൾ അതിൽ എന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്യുന്ന വൈശാഖ് ബ്രോയാണ്, അതായത് ബാലേന്ദ്രൻ എൻ്റെ മോനാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ദിവസത്തെ ഒരു പരിപാടി ഉണ്ട്, അതിൽ വരാൻ പറ്റുമോ, ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. രാവിലെ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ അഭിനയിക്കാൻ വന്നത് അന്ന് സുജിത് ബ്രോ ഉണ്ട് ഡയറക്ഷൻ, കൂടെ വൈശാഖ് ബ്രോ ഉണ്ട്, രേവതി ഉണ്ട്. രേവതി അതിൽ അസിസ്റ്റ് ചെയ്യുന്ന പരിപാടികളും ഉണ്ട്, അഭിനയിക്കാനും ഉണ്ട്. അങ്ങനെ ഒരു സാധനത്തിലായിരുന്നു, ഒരു സ്കാമിൻ്റെ പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അതിൽ വന്നു. ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ നമുക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എടുക്കാൻ ബ്രോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കാൻ ബ്രോ എന്ന് പറഞ്ഞു. ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവരെനിക്ക് തന്ന സീന് 5 മിനിറ്റിനകത്ത് പരിപാടി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവർക്ക് എന്നെ ഭയങ്കര വിശ്വാസം വന്നു, ഇവനെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിശ്വാസം തോന്നല്. അപ്പോൾ ആ തോന്നലിൻ്റെ പുറത്ത് ഇവര് പരീക്ഷണാർത്ഥം തൊട്ടടുത്ത കോണ്ടന്റിൽ എന്നെ പിടിച്ച നായകൻ, എന്നെ നായകൻ ഇപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്, ഭയങ്കര എക്സൈറ്റ്മെന്റ് എല്ലാവരും കേട്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ ശരി ഓക്കെ നായകനായിട്ട് തൊട്ടടുത്ത് കൊള്ളാം, ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട് എന്നെ പിടിച്ച് നായകനാക്കി. ആ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് കുറച്ച് പേഴ്സണലി വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ കോവിഡ് സമയമായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് വരുന്നു. അപ്പോൾ ഈ ശനി ഞായറും മറ്റേ പുറത്തിറങ്ങാൻ പാടില്ല, കർഫ്യൂ പരിപാടി അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ രാത്രി ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നു. ശനിയാഴ്ച രാവിലെ ഷൂട്ട് തുടങ്ങും. ശനിയാഴ്ച രാവിലെ ഫസ്റ്റ് എൻ്റെ ഷോട്ടാണ്. അപ്പോൾ എല്ലാം റെഡിയായി. ഒരു പ്രാവശ്യമായി, 2 ടേക്കായി, 10 ടേക്കായി, 20 ടേക്കായി, 30 ടേക്കായി. ഞാൻ മെന്റലി വേറൊരു കാര്യത്തിൽ ലോക്കാണ്. ഇവരെത്ര നോക്കിയിട്ട് കിട്ടുന്നില്ല. എനിക്ക് പോലെ അന്ന് വേറൊരു ആക്ടറിനെ വിളിക്കാന്ന് പറഞ്ഞാൽ കർഫ്യൂ ആണ്, പുറത്ത് വരാനും പറ്റൂല, പുറത്തോട്ട് പോകാനും പറ്റൂല. സുജിത് ബ്രോ ഒക്കെ ഒരു 7 മണി തൊട്ട് 10, 10:30, 11 മണി വരെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി നടക്കൂല, ഈ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാനും ലോസ്റ്റാണ്. ഫസ്റ്റ് ഡയലോഗ് കഴിഞ്ഞിട്ടില്ല, ആദ്യത്തെ ഷോട്ട് ഫസ്റ്റ് ഡയലോഗ് അതും വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു 10:30 വരുന്നത് ഇനി നടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഷൂട്ട് നടന്നില്ല, വെള്ളിയാഴ്ച ഇറക്കാൻ പറ്റില്ലല്ലോ. ഞാനും ആ സമയത്ത് മൊത്തത്തിൽ ലോക്കായിട്ട് ഞാൻ കർഫ്യൂ ഒന്നുമില്ല, ഞാൻ വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ കൂടെന്ന് പറഞ്ഞിട്ട് ഞാനും ശരി ബ്രോ ബൈ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി. വേറെ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ട്, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ല, അത് ശരിയല്ല, അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ വൈശാഖ് ബ്രോ എന്നെ കോൺടാക്ട് ചെയ്യും. ബ്രോ അത് കുഴപ്പമില്ല, നിങ്ങളെ പരിപാടിയാണെന്ന് നമുക്കറിയാം, അന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആർക്കായാലും പറ്റും, വരണം, നമ്മളെ ചെയ്യണം എന്നൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ കൊച്ചിയിൽ ഇവിടെ മാറി ആണ് നിൽക്കാറ്, ചാൻസ് തള്ളുന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ വിളിച്ചിട്ട് ഒരു ദിവസം ഞാൻ പോയി. അന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്തു, പരിപാടി ഒറ്റയടിക്ക് ചെയ്തു. അപ്പോഴും ഇവരുടെ മനസ്സിലുണ്ട്, ഇത് വിശ്വസിച്ച് ഇവരെ അടുത്ത് പിടിച്ചിട്ടുള്ള എന്നുള്ള രീതിയിൽ ഇവരുടെ മനസ്സിലുണ്ട്. വീണ്ടും അടുത്തൊരു ഡയലോഗ് പറഞ്ഞ സമയത്തും അതിലെനിക്ക് തോന്നുന്നു സുനിലേട്ടനും ആര്യയൊക്കെയാണുള്ളത്. ഒരു ദിവസം നൈറ്റ് ഷൂട്ട്,
ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിലുള്ള നന്നാക്കുന്ന ആളായിട്ട് നന്നായിട്ട് പറഞ്ഞത് ഒറ്റടേക്കിൽ ഈ പറഞ്ഞ ഞാൻ ചെയ്യൂ അന്ന് ഏകദേശം രാത്രി 9:30 ആയപ്പോ ബാക്കി എല്ലാവരും പരിപാടി ചേട്ടൻ പറഞ്ഞു എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എന്റെ അടുത്താ പറയുന്നത്. ഏറ്റവും സേഫ് ലാസ്റ്റ് വെച്ചാൽ അതായത് ബാക്കിയുള്ളവർക്ക് വീട്ടിൽ പോയി എനിക്ക് ഓർമ്മ ഓണാക്കി വെച്ചിട്ട് ഇവരെ എന്നുള്ള കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ എന്റെ കൂടെ എടുത്തിട്ട് നമുക്ക് കഴിച്ചിട്ട് വരാമോ? ഇല്ലില്ല നമുക്ക് കഴിച്ചിട്ട് സമയമുണ്ട്. നമ്മള് എടുക്കുന്ന ലൊക്കേഷനും വീടും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതൊരു ഒരു ഗോഡൌൺ സെറ്റപ്പില് ഒരു കൊച്ചിനെ കെട്ടിയിട്ട് അങ്ങനത്തെ പോലത്തെ ഒരു സീനായിരുന്നു. അപ്പത്തേക്കും പറഞ്ഞ അത് കഴിക്കാം, ഏതായാലും ഇത്രയും ഡയലോഗ് ഉണ്ട്, തിരിച്ച് വീട്ടിൽ അതിന് ഇമോഷൻസും ഉണ്ട്. അപ്പത്തേക്ക് എന്റെ ഡയലോഗിന് എനിക്ക് വേറെ സ്വീറ്റ് ബ്രോ അവർക്ക് റിയാക്ഷൻസ് എടുത്തു നമ്മളെല്ലാം. റിയാക്ഷൻ ഉൾപ്പെടെ ഇനി ഞാൻ മനസ്സിലായി, എനിക്ക് മനസ്സിലായി വിശ്വാസമില്ലായ്മയുടെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് ഒരിക്കലും ഒരു ടേക്ക് പിടിക്കില്ല, കഴിച്ചിട്ട് വന്നേ നമ്മൾ എടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് കഴിച്ചിട്ട് വന്ന് ഞാനതിനെ കണ്ടകാവ്യം എന്നാണ് പറയാറ്. ഈ ക്ലൈമാക്സിലുള്ള കണ്ടകാവ്യം എന്ന് പറയുള്ളൂ. ക്ലൈമാക്സിലെ കണ്ടകാവ്യം ആർക്കാണെന്നാണ് ആദ്യം ഞാൻ നോക്കണേ. അപ്പോൾ ആ ടേക്ക് അത് ഫസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ സുജിത് ബ്രോ പറഞ്ഞു ബ്രോ നമുക്ക് അത് കുറച്ചൊരു ചേഞ്ച് വരുത്താം. സെക്കൻഡ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ബ്രോ നമുക്ക് അത് കുറച്ചൊരു ചേഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ മൊത്തത്തിലൊന്ന് പറയാം, ബ്രോ അത് നോക്കിയിട്ട് ബ്രോയ്ക്ക് ഓക്കെ ആണെങ്കിൽ ബ്രോ അത് എടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിനുള്ള ചേഞ്ച് നമുക്ക് വരുത്താൻ നോക്കാം. അങ്ങനെ സുജിത് ബ്രോ ഓക്കെ പറഞ്ഞപ്പോൾ ഒറ്റ ടേക്ക് പരിപാടി ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഒരു ചെറിയ വിശ്വാസം വന്നു, ഇത് കുഴപ്പമില്ല നമുക്ക് ഇനി യൂസ് ചെയ്യാം. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് ബ്രോ പറഞ്ഞു ബ്രോ ഇനിയും വരണേ, നമ്മൾ വിളിക്കുമ്പോഴൊക്കെ വരണേ ഏതാണ് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പുറത്തു പോകുന്ന പരിപാടിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ സർവൈവലിന്റെ പാർട്ടായിട്ട് തന്നെ പുറത്തു പോയപ്പോൾ ഒരു ദിവസം അവിടെ ഒരു AD ഇല്ലാത്തത് കാരണം എന്നെ ചാനലിൽ ഒരു ഷോയ്ക്ക് ഇതേപോലെ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ ഓക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് എനിക്കും തോന്നിയത് ശരി ഇതിനകത്ത് നമുക്ക് സർവൈവലിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരെ നിന്ന് ബക്കറ്റ് പിരിവ് നടത്തി ഒരു ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് ഡയറക്റ്റ്. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടല്ലേ നെറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി പറഞ്ഞു അതിന്റെ ഫാക്ട് എനിക്കിപ്പോ കിട്ടി. ഓക്കെ, നമ്മളിപ്പോ ഇത്രയും ആൾക്കാരും ചേട്ടൻ ഇന്റർവ്യൂ ആണ് നടക്കുന്നത് അല്ലേ? ഇപ്പൊ ഓട്ടോബയോഗ്രഫി ഓഫ് ശ്രീധർ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരിക്കും. നല്ല രീതിയിലാണ് നറേറ്റ് ചെയ്ത് പോകുന്ന രസമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് സുജിത് ബ്രോ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതേപോലെ സുജിത് ബ്രോ ശനിയാഴ്ച ആ സമയത്ത് ഒന്ന് വന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി, പയ്യന്മാര് നോക്കിക്കോളും, ബ്രോ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേന്ന്. എന്നിട്ട് കൈ നീട്ടി നോക്കിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് അന്നത്തെ പരിപാടികളൊക്കെ അത്യാവശ്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോ ബ്രോ പിന്നെ സ്ഥിരമായിട്ടങ്ങ് ചെയ്തോ ചെയ്ത് ബ്രോ ഉള്ള സമയത്ത്, അതായത് പുള്ളിക്കറിയാം ഇപ്പൊ നമ്മൾ പുറത്തും പരിപാടികൾ ചെയ്യുന്നുണ്ട്, സിനിമയാണ് മെയിനായിട്ട് നോക്കണേന്ന് അറിയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രോ അത് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പരിപാടികളുണ്ട്. ഇവിടെ ഉള്ളപ്പോഴല്ല ഞാൻ ഇവിടെ തന്നെ വരും, ഡയറക്ഷനും ആക്ടിങ്ങും പരിപാടികളും. ഓക്കെ, ചേട്ടൻ്റെ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മൾ കുറേ കാണുന്ന ഒരു യൂത്തിലെ കുറേ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഒക്കെ കേൾക്കുന്ന പോലെ തന്നെ ഉണ്ട്. സിനിമയിലേക്ക് പോകണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, എല്ലായിടത്തും ചാൻസ് ചോദിക്കുന്നു, കുറേ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്തായിരിക്കുന്നത്. പക്ഷെ അപ്പം അവർക്കിപ്പോൾ മനസ്സിലാവും എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ കയറി വരും, ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള അവസരം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാം കേട്ടോ, ഇപ്പൊ SKJ Talks വരാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, ഈ പ്രോപ്പർ കാസ്റ്റിംഗ് കോൾ നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മുടെ എല്ലാ വീഡിയോസിന്റെ അവസാനം ഒരു നമ്പർ കൊടുക്കാറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഓൺ വോയിസ് പെർഫോമൻസ് വീഡിയോ, അതായത് ടിക്ടോക്കോ ഒന്നും അല്ലാതെ നിങ്ങളുടെ തന്നെ ഇഷ്ടമുള്ള സീനുകളോ എന്തെങ്കിലും ഒരു 1 മിനിറ്റ് 2 മിനിറ്റിന്റെ വീഡിയോസ് 2-3 അയക്കുക, ഒരു ഫോട്ടോ അയക്കുക. അല്ല നമ്മുടെ ടീം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ബാക്ക് ചെയ്യും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊസീജിയർ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അല്ല, സെപ്പറേറ്റ് നിങ്ങൾ ഈ ഓഡിഷൻ കാസ്റ്റിംഗ് അല്ലാതെ എങ്ങനെ ഹയർ ചെയ്ത് വിളിക്കാറുണ്ടോ? ഇല്ല, ഓഡിഷൻ അങ്ങനെ ഹയർ ചെയ്തില്ല. ഇതാണ് നമ്മുടെ ബേസ്. ഇപ്പൊ ഇതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആക്ച്വലി നമ്മൾ ഒരു ഓൺ വോയിസ് പെർഫോമൻസ് വീഡിയോ ആണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ എത്രമാത്രം ചെയ്യും എന്നൊക്കെ. ഓക്കെ, അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഫുൾ ഒരു നിങ്ങളുടെ ഒരു എൻറ്റയർ കോണ്ടന്റ് മേക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്? കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൂടുതലും ഈ പറയുന്ന എല്ലാ കണ്ടന്റ്സും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിങ്ങനെ പിന്നെയും പുതിയ കണ്ടന്റ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാര്യം എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവണം.
ഇതിന്റെ ഒരു ഫുൾ പ്രൊസീജിയർ അങ്ങനെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് അയക്കുമെന്ന് പറഞ്ഞു, തലേ ദിവസമേ വാങ്ങിച്ചു വെച്ച് പഠിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ പോകുന്നത്? ശരിക്കും എല്ലാ ആഴ്ചയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു 100 പടം വരെയൊക്കെ നമുക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരുപാട് നമ്മൾ സൊസൈറ്റിയിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളും വിഷയങ്ങളും ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ PCOD ആണെങ്കിലും അപ്പോൾ ഈ ഓരോ വിഷയം എടുക്കുമ്പോഴും നമ്മളത് ഇൻഡെപ്ത് പഠിക്കും. ഇപ്പോൾ ഒരു PCOD റിലേറ്റഡ് അവയർനെസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇൻ മെൻ. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ പോലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇൻ മെൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കാണാനില്ല. അപ്പം നമ്മളിതിനെ ഡോക്ടേഴ്സിനുമായിട്ട് പഠിക്കും. അതുപോലെ സ്നോറിങ് എന്ന് പറയുന്നത്, ഞാൻ കൂർക്കം വലി കാരണം ആൾക്കാർ സൈലന്റ് അറ്റാക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൂർക്കം വലി ഇത്രയും വലിയ പ്രശ്നമാണെന്ന് ഞാൻ ഈ ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇപ്പോൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ ഇൻഡെപ്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു, ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണിത്. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ വളരെ ക്ലിയർ ആണ് ഒരു കാര്യത്തിൽ, മെസ്സേജ് ഉണ്ടായിരിക്കണം. അതായത് സോഷ്യലി റെലവൻറ്റ് കോണ്ടന്റ് ആയിരിക്കണം. ഒന്ന് അതിലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, ഈ കാര്യങ്ങളാണ് നമുക്ക് കൺവേ ചെയ്യേണ്ടത്. ഈ 5 കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അതായത് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എന്താണ് അനുഭവിക്കുന്നതെന്ന് അവരുടെ വീട്ടുകാരറിയണം. അല്ലെങ്കിൽ ഒരു ബ്രദറാണ് കാണുന്നതെങ്കിൽ അതിനൊരു ടാബു ഉണ്ടെങ്കിൽ അവനത് മാറണം. അപ്പോൾ നമുക്കൊരു പെർപ്പസ് ഉണ്ടായിരിക്കും. ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, പിന്നെ ഈ 5-6 പെർപ്പസാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിമിലൂടെ സെർവ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി കൊണ്ടുവരും. എന്നിട്ട് അതിനെ കൊണ്ടുവരുന്ന ഒരു 7-8 സീനോ ബിൽഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഡ്യൂറേഷൻ ഉണ്ട്, 15 to 20 മിനിറ്റ്സിന് മുകളിലായ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീരില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റിലോട്ട് പോകും. സ്ക്രിപ്റ്റിൽ പോയിട്ട് ഇനി അതിന് ഒരു ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ നൈറ്റ് ഒക്കെയാണ് ഇവർക്ക് സംഭവം സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. വേറെ ആൾക്കാരാണോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ? വേറെ ആൾക്കാരുണ്ടോ അതോ ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? ആദ്യത്തെ 200 പടമൊക്കെ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ തന്നെയായിരുന്നു കൂടുതൽ. ഞാൻ എൻ്റെ ടീം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈക്ക് ആക്ച്വലി എഡിറ്ററുണ്ട് അമൽ, അഖിൽ ആൻഡ് മണി. ഇവർ 3 പേരും നമ്മളെ കോർ ടീമിലുള്ള ഇതാണ്. ഇവർ ബാക്ക് എൻഡ്, അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രണ്ട് എൻഡിൽ ഇത്രയും പേര് അടിപൊളിയാക്കുന്ന ബാക്ക് എൻഡിലെ 3 പേരാണ്. അപ്പോൾ ഇവരും കൂടി വർക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ ടീമുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ കൂടുതലും ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ കറൻ്റ്ലി സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ശ്രീദർശൻ്റെ തന്നെ ഫ്രണ്ടാണ് രാകേഷ്. അപ്പോൾ പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓൾമോസ്റ്റ് 40 ഫിലിംസ് ശ്രീദർശാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ അതൊക്കെ ട്രാൻസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഓവറോൾ പ്രോസസ്സ്. ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യുക ഇൻറ്റൻഷനാണ്. നമുക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഈ യൂട്യൂബിൽ കൂടി ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളേ ഉള്ളൂ. അതായത് യൂട്യൂബിലൊക്കെ പൈസ കഴിഞ്ഞാൽ ചിലപ്പോൾ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേ ഒന്നും അല്ല തുടങ്ങുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാമെങ്കിൽ അവരുടെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവും. അപ്പം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്സും സന്തോഷം അവർക്കും ഫീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നായിരുന്നു ഇൻറ്റൻഷൻ. അങ്ങനെ തുടങ്ങി അതൊരു നമ്മുടെ ജോലിയായി തന്നെ മാറി. ഞാനും ആക്ച്വലി IT-യിലായിരുന്നു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. IT ആണ്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് ഫിലിം മേക്കിംഗ് ഒന്നും താല്പര്യമില്ല. പക്ഷേ ഈ സോഷ്യൽ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. അതിന് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. പബ്ലിക് സ്പീക്കിംഗ് അങ്ങനത്തെ അതൊക്കെയാണ്. ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്കും പേഴ്സണൽ ഡെവലപ്മെന്റ് ഇതൊക്കെയാണ് എൻ്റെ മേഖല. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് വൈശാഖ് ഫിലിം മേക്കിംഗ്, അതായത് സിനിമ എടുക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. എനിക്കെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ആയപ്പോഴാണ് പരിപാടി ഉണ്ടായത്. ഓക്കെ, ഈ കോണ്ടന്റ്സ് എല്ലാവരും സജസ്റ്റ് ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്ക് പുതിയ ടോപ്പിക്സ് വരണമല്ലോ. അപ്പൊ എല്ലാവരുടെയും കൂടെ സജഷൻസ് എടുത്തിട്ടാണോ ഓരോ വീക്കിലേക്കുള്ള ടോപ്പിക്? കൂടുതലും സജഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മളെല്ലായിടത്തും ചോദിക്കും, ടോപ്പിക് ഉണ്ടോ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ എന്ന് ഞാൻ എല്ലായിടത്തും ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക്, അതായത് ഞാൻ പറയാം ആക്ടേഴ്സ് എന്ന നിലയിൽ ഇവരുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് നമുക്ക് എല്ലാ ആഴ്ചയും കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പം ഈ കഥാപാത്രം ചെയ്യണം ആ കഥാപാത്രം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ കാണാം, അതും എൻ്റെ അടുത്ത് പറയുക. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഇവർക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള, ഇവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റി ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവരും സജഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് നേരം വ്യൂവേഴ്സിന്റെ ഒരുപാട് മെസ്സേജ് നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഈ ടോപ്പിക് ചെയ്യുന്ന പറഞ്ഞ് വീഡിയോയിൽ കമന്റ് വരും. അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയും ഗസ്റ്റ് ടോപ്പിക് ഒക്കെ ഇടുമ്പോൾ ആ ടോപ്പിക്കിനകത്ത് തന്നെ കുറെ ടോപ്പിക് കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മൾ ഇടാറുണ്ട്. അതായത് ഈ 5 ഫോട്ടോ എടുത്തിട്ട് ഒരു ടോപ്പിക് ആയതാണെന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പത്തേക്കും ഗസ്റ്റ് ടോപ്പിക്കിൽ വേറെ ടോപ്പിക്. അത് കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് അടുത്തതിന് ആ ടോപ്പിക് എടുക്കാം. സീക്രട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കും. അല്ലെ ഇടട്ടെ ഗസ്റ്റ് ടോപ്പിക്കിലിട്ട് എല്ലാവരും നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻ ഉണ്ട്, നിങ്ങൾ കാണണം, ഈ സമൂഹത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പുതിയ ഇതിന്റെ കാരണം പറഞ്ഞാൽ ആൾക്കാർ ഓരോ എപ്പിസോഡ് ഇപ്പൊ നമ്മൾ തന്നെ, ഞാൻ തന്നെ, എനിക്ക് തോന്നുന്നു ഞാനും ആന്റിയും തന്നെ അമ്മായിമ്മ മരുമോൾ അല്ലെങ്കിൽ മരുമോന അല്ലെങ്കിൽ അമ്മ മോനൊക്കെ കുറഞ്ഞൊരു 25-30 എപ്പിസോഡിൽ ഞങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും ഒരാളെങ്കിലും ഇത് പറയുന്നുണ്ട്, ഇത് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ
ഈ സംഭവം നടന്നിട്ടുണ്ട്. എല്ലാവർക്കും റിലേറ്റ് ചിലപ്പോൾ ചില സമയം നമുക്ക് തോന്നും, നമുക്ക് ചെയ്യുമ്പോൾ തോന്നും ഇത് ഏക്കോ, ഇത് ചിലപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തൊരു സാധനം ആയിരിക്കുമല്ലോ. പക്ഷെ ഒന്നുമില്ല, മിനിമം ഒരു നേരത്തെ പറഞ്ഞ മിനിമം ഒന്നല്ല ഒരു 10 പേരെങ്കിലും മിനിമം പറയും ഇത് അവിടെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കേസാണ്. വീട്ടിൽ സംഭവിച്ചത് എസ് ഐ പോലെയാണ് അവർ നിങ്ങൾ എല്ലാവരും കമന്റ്സ് കംപ്ലീറ്റ് വായിക്കാം. ഞാനൊക്കെ ഒത്തിരി വായിക്കാം. മെയിനായിട്ട് അച്ഛൻ റിപ്ലൈ ഒക്കെ ചെയ്യും കറക്റ്റ് ആയിട്ട് എല്ലാ മെസ്സേജും റിപ്ലൈ ഒക്കെ ചെയ്യും. അങ്ങളും ചെയ്യും രേവതിയും ചെയ്യും. ഏറ്റവും കൂടുതൽ റിപ്ലൈ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ എല്ലാവരും നോക്കാറില്ലേ കമന്റ്സ്? നമ്മളെല്ലാരും നമ്മളെ ടീം നമ്മളെല്ലാരും റിപ്ലൈ ചെയ്യും, എല്ലാ കമന്റിനും വായിക്കും, റിപ്ലൈ ചെയ്യും. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പേഴ്സണലി അതായത് ചന്ദനത്തേക്ക് ഒരു കമന്റ് ഉണ്ടെങ്കിൽ അത് ചിത്ത കമന്റ് ചെയ്യും തിരിച്ച്. അങ്ങനെ ഓഡിയൻസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കമന്റ്സ് വരെ നോക്കി നോട്ടീസ് ചെയ്ത് അവർക്ക് റെസ്പോൺസ് ചെയ്യും. അത് ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് എല്ലാ വീഡിയോസിലും ഒരു കമന്റ് ഉണ്ട്, ഒരു പേരെനിക്ക് മറന്നു, പുള്ളിക്കാരി വന്നിട്ട് ഈ ഗ്രീഷ്മ, ഈ അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലവ് യു അച്ഛാന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ മുഴുവനും അച്ഛനെ കണ്ടു, ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ കാണാൻ പറ്റിയെന്ന് വരുന്നില്ല, ആവശ്യമുണ്ടെങ്കിലേ വരത്തുള്ളൂ. അപ്പൊ ഡിയർ SKJ അച്ഛനെ എല്ലാത്തിലും ഉൾപ്പെടുത്തണം. നെഗറ്റീവ് ചെയ്തൊരു സാധനത്തിൽ പുള്ളി പറഞ്ഞു, അയ്യോ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചാൽ താങ്ക്സ്. ഇടുക്കിന്നാണ്, ഇടുക്കി സന്തോഷമായിക്കോളൂ. ഓക്കെ, നമ്മളിപ്പോ കുറെ നേരം കുറച്ച് സംസാരമൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇനി ഒരു കുഞ്ഞ് ഗെയിമിലോട്ട് പോവാം അല്ലേ? ഓക്കെ.